അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു അശ്വതിയമ്മ അവിടെ ആരാണ്ട് ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാർ പറഞ്ഞു ഇത് കഴിച്ച ഇവിടെ വന്ന് രാത്രി വന്നിട്ട് ഇവനെ കിരൺ തല്ലി ബോധം കെട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു ന്യൂസാണ്. ആലപ്പുഴയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അമ്മയുടെ കാമുകനെ മകനുണ്ടെങ്കിൽ ഷോക്കടിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഈ ഒരു അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു അയൽവാസിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഈ ഒരു മോഹനും അതുപോലെ തന്നെ അയൽവാസിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് 4 വർഷം മുമ്പ് ഈ ഒരു മകനെ ഈ ഒരു അയൽവാസി എന്ത് ചെയ്യുന്നു വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ഇഷ്യൂസ് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ പേര് ദിനേശൻ എന്നാണ്. ഈ കൊന്ന ഈ ഒരു മകൻ, അവൻ്റെ പേരെന്ന് പറയുന്നത് കിരൺ എന്നാണ്. സോ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഷോക്കടിച്ച് വീണതിന് ശേഷം ഈ ഒരു മകനുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു സ്റ്റീൽ കമ്പി കൊടുത്തതിന് ശേഷം പിന്നെയും ഷോക്കടിപ്പിക്കുകയാണ് ചെയ്തത്. മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരയ്ക്കൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി. ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട്, എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരോടും സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നെ രാത്രി 8:30-9 മണിയോടെ അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു 9 മണിയോടെ തന്നെ എല്ലാവരും വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി വരുമായിരുന്നു. അന്വേഷിച്ചു. ശത്രുത വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം, കാരണം നമ്മളത് കണ്ടിട്ടില്ല, കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ അവിടുത്തെ ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സോ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മരിച്ചുപോയ വ്യക്തി ദിനേശൻ്റെ വീട്ടിൽ മോക്കോ അല്ലെങ്കിൽ മോനോ ഇതിൽ വലിയ സങ്കടമൊന്നും തന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് ഇത് വലിയതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇവർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് കണക്ക് റിലേഷനൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യം. സോ ദിനേശൻ ഇതിന് മുമ്പ് ഇത് കണക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ കയറാൻ, അല്ലെങ്കിൽ ഒളിച്ചും പാതമൊക്കെ കയറാൻ. ആ സമയത്ത് നാട്ടുകാർ പിടിക്കുകയും ആ പുള്ളിക്കാരനെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് 4 വർഷം മുമ്പ് ഈ ഒരു പയ്യനായിട്ടുള്ള കിരണിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതപ്പം സാധാരണ നടക്കുന്നതാണ്. എന്തായാലും ഈ ഒരു 2025 തുടങ്ങിയതിന് ശേഷം കുറേ അധികം ഡെയിലി ഓരോ കൊലപാതകങ്ങളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇത്രമാത്രം ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് കേൾക്കുന്നത്. സോ ഇപ്പോൾ ഈ പയ്യനായിട്ടുള്ള കിരണിനെ എന്ത് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തെളിവുകളോടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം എന്താണോ ശിക്ഷ അത് കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും.